എം.എസ്. സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ നടക്കുന്ന 9ാമത് വിത്തുത്സവ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് പടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. വളരെ വ്യത്യസ്തമായ വിത്തുകൾ കൊണ്ടും കാഴ്ചകൾ കൊണ്ടും സമ്പന്നമായിരുന്നു ഈ വിത്തുത്സവം. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് അതിലേറെ വ്യത്യസ്തമാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാം, വിശേഷങ്ങളിലേക്ക് പോകാം, എപ്പിസോഡുകൾ. നെൽവിത്തുകളാണ് ഇത് ചെയ്യുന്നത്. നെൽവിത്ത് ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന വിത്തുകളാണ്. ഇതിൻ്റെ അടുത്തുള്ളതെല്ലാം പരമ്പരാഗത വിത്തുകളാണ്. നമ്മുടെ നാട്ടിലെയും മറ്റു സംസ്ഥാനത്തെയും വിത്തുകളാണ് ഞാൻ സംരക്ഷിക്കുന്നത്. അതിൽ അത്രയും വെറൈറ്റി സുഗന്ധവളയുണ്ട്, ഔഷധമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ ഒരുപാട് തന്നെ വിത്തുകളുണ്ട്. പിന്നെ വെറൈറ്റി വിത്തുകൾ ഒരു നെല്ലുന്ന രണ്ടരി ആയിട്ടുണ്ട്. പിന്നെ കലാപത്തി എന്ന് പറഞ്ഞാൽ പൂക്കുന്ന സമയത്ത് നമ്മളെ മിന്നാമിൻ്റെ പ്രകാശമുള്ള ടൈപ്പുണ്ട്. അങ്ങനത്തെ ഒരുപാട് സൈസുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ അരികൾ കുറച്ചുണ്ട്, നാടൻ വിത്തുകളുണ്ട്, പിന്നെ കിഴങ്ങുകൾ ഉണ്ട്, ഗന്ധശാല അരികൾ, പിന്നെ മില്ലറ്റിൻ്റെ ഉണ്ട്, എല്ലാം കൊണ്ടുവന്നുണ്ട്. കപ്പച്ചേമ്പ് വെച്ചാൽ എനിക്ക് തിരുവനന്തപുരം വരെ ഒരു സുഹൃത്ത് തന്നാണ്, കർഷകൻ തന്നാണ്. കണ്ണൂർ ഷിംജിത്ത് എന്ന് പറയും. ആ മുമ്പിൽ തിരുവനന്തപുരത്ത് ഒരു ആശ്രമത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ പച്ചക്കപ്പ കഴിക്കുന്ന പോലെ ടേസ്റ്റാണ് വരുന്നത്. ഒരു മധുരക്കിഴങ്ങിൻ്റെയും ഒരു കപ്പൻ്റെ ടേസ്റ്റാണ് വരുന്നത്. എല്ലാവരും പറയും പിന്നെ ചേമ്പ് തൊട്ടാൽ ചൊറിയെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ അത് ലൈവായിട്ട് കാണിക്കാം. സാധനം ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിത്തിന് ആവശ്യക്കാരുണ്ട്. ഞാൻ 2 വർഷമായി ചെയ്യുന്നത്. ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിരുന്നു. പക്ഷേ ഇത്തവണ നമ്മളത് ഇതാക്കി കൊടുത്തു. വിത്തുത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലേക്ക് വീട്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന പിന്നെ കുറ്റിക്കുരുമുളകാണിത്. കുറ്റിക്കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്കും കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുക ഏത് സമയത്തും പിന്നെ കുരുമുളക് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്ന് ഇവിടെ ഞാൻ 7 ഐറ്റമാണ് പിന്നെ കുരുമുളകാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വയനാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു വെറൈറ്റിയാണ് വയനാടൻ കുരുമുളക്. അത് ഇവിടെ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ഈ കൃഷിയിലേക്ക് നീങ്ങാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് 3 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ ഇതിൽ കുരുമുളക് കായ്ക്കാൻ തുടങ്ങും. സാധാരണ ഒരു കുരുമുളക് കായ്ക്കണമെങ്കിൽ 3 വർഷം പിടിക്കുന്നത് 3 മാസം ആകുമ്പോൾ തന്നെ തിരിയിടാൻ തുടങ്ങും. ഇത് നമ്മളിതിൻ്റെ കുരുമുളകിൻ്റെ കണ്ണിത്തല വേര് പിടിപ്പിച്ചിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത്. അങ്ങനെ കണ്ണിത്തല എടുത്ത് വേര് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ദീർഘകാലം നമുക്ക് വിളവെടുക്കും. ഒരു സാധാരണ വള്ളിയുടെ എത്ര ആയുസുണ്ടോ അത്രയും ആയുസ് ഈ കുരുമുളകിന് കിട്ടും. അതുതന്നെ ഏതെണ്ണം നിങ്ങളുടെ വീട്ടിലുണ്ടോ അതെല്ലാം നമുക്ക് കുറ്റിക്കുരുമുളകാക്കാൻ സാധിക്കുന്നതാണ്.
ടെക്നോളജീൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ കൺസർവേഷനും റിസർച്ചുമാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള കുളങ്ങളും പുഴകളുമൊക്കെ ഇന്ന് വീടുകളായി മാറിയ സാഹചര്യത്തിൽ അവയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഓരോ ജലസസ്യവും അതിൻ്റെ ആവശ്യകതയുമാണ് നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നത്. അത് കുട്ടികൾക്കും എല്ലാവർക്കും ഒരു പൊതു അറിവിലേക്കാണ് നമ്മൾ ഓരോ സസ്യവും അതിൻ്റെ ഉപയോഗങ്ങളും. നമ്മൾ പല വെട്ടിക്കളയുന്ന സസ്യങ്ങളും അതിന് പല ഉപയോഗങ്ങളും നമുക്കുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അതൊന്നും അറിവില്ല. അപ്പോൾ ആ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സ്റ്റാൾ ചെയ്തിരിക്കുന്നത്. എല്ലാ സസ്യങ്ങളും ഉണ്ട്. നമ്മൾ ഇപ്പം ആഫ്രിക്കൻ പായൽ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്ന സസ്യത്തിന് പോലും ഓരോ ഗുണമുണ്ട്. അപ്പോൾ അത് അറിയിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റോൾ ചെയ്തിരിക്കുന്നത്. കുറേ അധികം നമുക്ക് ലിമിറ്റേഷനുണ്ട്, എന്നാലും നമ്മൾ ഒരുപാട് സസ്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ബോർഡായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് കാലിക്കറ്റാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നടത്തുന്ന വിത്തുത്സവം സ്വാമിനാഥൻ ഫൗണ്ടേഷനും വയനാട് ആദിവാസി പ്രവർത്തക സമിതിയും സീഡ് കെയറുമാണ് നടത്തുന്നത്. നമ്മൾക്ക് 2010-11 കാലഘട്ടങ്ങളിൽ ജീനം സേവിയർ അവാർഡ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിത്തുത്സവം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 ലക്ഷം രൂപ കിട്ടിയ പൈസ നമ്മൾ ബാങ്കിൽ അക്കൗണ്ടിലിടുകയും ആ പലിശയുടെ തുക ഉപയോഗിച്ചുകൊണ്ട് വയനാട് ജില്ലയിലെ ആദിവാസി കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് വയനാട് ജില്ലയിൽ ആദ്യമായി MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ വിത്തുത്സവം തുടങ്ങിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും വയനാട് ജില്ലയിലെ മൊത്തം പഞ്ചായത്തുകളിലും ഈ വിത്തുത്സവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വിത്തുത്സവം നടത്തുന്നു. ആദ്യമായിട്ട് നമ്മൾ നടത്തിയത് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിലാണ് നമ്മൾ ഈ വിത്തുത്സവം നടത്തിയത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അവാർഡ് കിട്ടിയ തുക കൊണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് ജീനം സേവിയർ അവാർഡ് കിട്ടിയ തുക കൊണ്ട് അതേ കമ്മ്യൂണിറ്റിയെ കാർഷിക മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു അവാർഡ് ദാന ചടങ്ങുകൾ നടത്തുന്നത്. 23ഓളം കർഷകർക്ക് നമ്മളിപ്പോൾ അവാർഡ് കൊടുത്തു കഴിഞ്ഞു. ഏറ്റവും പഴയ നെൽവിത്തിനങ്ങൾ സംരക്ഷിച്ച് കൃഷി ചെയ്യുന്ന ആദിവാസി സമൂഹങ്ങൾക്കും അതോടൊപ്പം തന്നെ വിളവൈവിധ്യം എന്ന രീതിയിൽ കാലി, കന്ന്, കോഴി അല്ലെങ്കിൽ കുളം, തോട് കൃഷി ഇതെല്ലാം കൂട്ടി ചെയ്യുന്നവർക്കും 2 രീതിയിലുള്ള അവാർഡുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 10, 25, 50 ഓളം അപേക്ഷകൾ കിട്ടുന്നതിൽ നമ്മൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ 4 പേർക്കോ അല്ലെങ്കിൽ 3 പേർക്കോ നമ്മൾ ഈ ഒരു അവാർഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സംഘടന സ്വന്തം അവർക്ക് അവാർഡ് കിട്ടിയ പൈസ കൊണ്ട് തന്നെ അതേ വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിത്തുത്സവത്തിൻ്റെ സ്റ്റാളുകൾ തനത് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ പ്രവർത്തിക്കുന്ന FBOകളും അതുപോലെ തന്നെ ഗ്രൂപ്പുകളും അടങ്ങിയ ഒരു സ്റ്റാളുകൾ നമുക്ക് ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയിൽ നിന്നും കുടുംബശ്രീയിൽ നിന്നും ട്രൈബൽ ഗ്രൂപ്പിൽ നിന്നും ഒത്തിരി ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ ഈ രീതിയിൽ സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഉറവിൽ നിന്ന് പരിശീലനം നേടി ആ രീതിയിൽ ആദിവാസി വികസന പ്രവർത്തക സമിതികളിലെ അംഗങ്ങൾ കൃഷിയും കരകൗശല വസ്തുക്കളും എല്ലാ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളുമായി നമ്മളിവിടെ സ്റ്റാളുകൾ നടത്തുന്നുണ്ട്.
വയനാട് വിത്തുത്സവം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു പരിപാടി സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സംരംഭമാണ്. അതിനെ ജൈവവൈവിധ്യ ബോർഡിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ വിത്തുത്സവം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് അതിനെ വിത്തും ഉത്സവവും. കാരണം എപ്പോഴും ഉത്സവം അതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൊയ്ത്തിനെ തുടർന്നാണ് ഉത്സവങ്ങൾ വരുന്നത്. അപ്പോൾ കൊയ്ത്തുമായിട്ട് ബന്ധപ്പെടുത്തി ആണ് എല്ലാ ഉത്സവങ്ങളും ലോകം മൊത്തം കൊയ്ത്തും അല്ലെങ്കിൽ അതുപോലുള്ള ആനിമൽ ബന്ധപ്പെട്ട ആനിമൽ ബ്രീഡിങ്ങും ആനിമലിൻ്റെ ഈവൻ ഹണ്ടിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് ഉത്സവങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വയനാട്ടിൽ ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ട കുറേ സ്റ്റാളുകൾ അവിടെ വളരെ ബൃഹത്തായിട്ടുള്ള വൈവിധ്യത്തെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് കൃഷിക്കാർ അവരുടെ ഇടങ്ങളിൽ കാർഷിക ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇപ്പോൾ മാനുവൽ എന്ന് പറയുന്ന കർഷകൻ അദ്ദേഹം പ്രദർശിപ്പിച്ചിരിക്കുന്ന കിഴങ്ങ് വിളകളുടെ വൈവിധ്യം. ഇപ്പോൾ അടതാപ്പ് എന്ന് പറഞ്ഞൊരു കിഴങ്ങ് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടതാപ്പ് കിട്ടാനുണ്ടോ? കാരണം നാട്ടിൻ പുറത്തുനിന്ന് അപ്രത്യക്ഷമായ ഒരു കിഴങ്ങ് വിളയാണ് അടതാപ്പ്. അതുപോലെ കിഴങ്ങ്, നമ്മുടെ നനകിഴങ്ങ്, ചെറുകിഴങ്ങ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിവിധ തരത്തിലുള്ള വൈവിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം വൈവിധ്യം സംരക്ഷിക്കുക, കൃഷിയിലൂടെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്ന് അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ആഗോള തലത്തിൽ തന്നെ ഇത്തരം വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളും നിയമനിർമ്മാണങ്ങളും പ്രോജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. കാരണം 2 കാര്യമാണ്. ഒന്ന്, കാലാവസ്ഥാ വ്യതിയാനം. ഈ വ്യതിയാനം വലിയൊരു സത്യമായിട്ട് ആഗോള തലത്തിൽ എല്ലായിടത്തും സംഭവിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഏറ്റവും കൂടുതൽ വീഴ്ച, തിക്തഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്ന മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. കാരണം ഭക്ഷ്യസുരക്ഷ ഇല്ലാതാവും. അപ്പോൾ മാറുന്ന കാലാവസ്ഥയെ ചെറുത്ത് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജനിതക വൈവിധ്യം നമുക്ക് ആവശ്യമുണ്ട്. വിത്തുത്സവം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ വിത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. ഓരോ വിത്തിനും അതിൻ്റേതായിട്ടുള്ള തനത് സ്വഭാവങ്ങളും അതിൻ്റേതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ആകൃതിയും പ്രകൃതിയും എല്ലാം ഉണ്ട്. അപ്പോൾ വിള വൈവിധ്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് വിത്തുത്സവം എന്ന് പറയുന്നത്. അപ്പോൾ വിത്തുത്സവത്തിൽ ഈ പ്രാവശ്യം കേരളത്തിൻ്റെ തന്നെ വിത്തുകളുടെ വൈവിധ്യത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നു. വയനാടിൻ്റെ വിത്തുകൾ മാത്രമല്ല, കേരളത്തിൻ്റെ മുഴുവനും ഒരു വൈവിധ്യം ഇവിടെ ഒരുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, തമിഴ്നാട്, കർണാടകം, ഒഡീഷ തുടങ്ങിയിട്ടു നിന്നുള്ള വിത്തുകളും നമുക്കിവിടെ കൊണ്ടുവന്നുകൊണ്ട് ഏതാണ്ട് ഒരു സൗത്ത് ഇന്ത്യൻ മുഴുവൻ വിത്തുകളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിത്ത് വൈവിധ്യം നമുക്കിവിടെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിത്ത് ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർഷകർക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വിത്തുകൾ നമ്മളുടെ കൃഷിയിടത്തിൽ സംരക്ഷിക്കപ്പെടാൻ കഴിയും. വിത്ത് ബാങ്കിൽ അല്ലെങ്കിൽ മറ്റേ ക്രയോജനിക് പ്രിസർവേഷൻ തുടങ്ങിയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പകരം ഓരോ കർഷകൻ്റെയും കൃഷിയിടത്തിൽ ഈ വിത്തുകളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് വിത്തുത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത. ഇവിടെ വരുന്ന ഓരോ കർഷകർക്കും ഇവിടുന്ന് വിത്ത് വാങ്ങാനും അവരുടെ കൃഷിയിടത്തിൽ ഇത് നട്ട് പരിപാലിക്കാനുമുള്ള അവസരം ഉണ്ട്. വിത്ത് കൈമാറ്റത്തിലൂടെ അനുസ്യൂതമായ ജീവൻ്റെ തുടർച്ചയെ ഈ വിത്തുത്സവത്തിലൂടെ നമ്മൾ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾക്ക് ഈ വിത്തുകളെ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ഇതിൻ്റെ ഒരു പ്രാധാന്യം, എന്തുകൊണ്ട് ഇത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഈ വിത്തുത്സവത്തിലൂടെ കഴിയുന്നുണ്ട്. ഇനി വേറൊരു തരത്തിൽ അക്കാഡമിഷ്യൻസിന് ഇതുകൊണ്ടുള്ള ഗുണം, അവരുടെ പഠനങ്ങൾ മറ്റ് പൊതുസമൂഹത്തെ അറിയിക്കാൻ ഒരു വേദി ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇനിയും നമ്മളുടെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ തന്നെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്, കർഷകരോട് സംവദിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ ഒരു ദേശീയ സെമിനാർ
നമ്മൾ ഒരുക്കിയിരിക്കുന്നത് വിത്ത് സംരക്ഷണവും കർഷകരുടെ അവകാശങ്ങളും എന്ന വിഷയത്തിലാണ്. ആ വിഷയത്തിൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖന്മാരായിട്ടുള്ള ഗവേഷകരും ശാസ്ത്രജ്ഞന്മാരും ഇവിടെ വരികയും അവർ നമ്മളുടെ വയനാട്ടിലെ ആളുകളോട് സംസാരിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കളക്റ്റീവായിട്ടുള്ളൊരു ലേണിങ്ങിനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി നമ്മൾ ഈ വിത്തുത്സവത്തിലൂടെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ജീവൻ്റെ അനുസ്യൂതമായ ഒരു തുടർച്ചയെ ഈ ഒരു വിത്തുത്സവം തുടർന്നു കൊണ്ടുപോകാൻ കഴിയാമെന്നും സഹായിച്ചുകൊണ്ട് ഇത് 9ാമത്തെ വയനാട് വിത്തുത്സവം ഇവിടെ നടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ അത് കൂടുതൽ മെച്ചമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഓരോ വർഷവും ഇപ്രാവശ്യം നമുക്ക് മലബാറിൻ്റെ മുഴുവൻ വിത്ത് വൈവിധ്യത്തിന് ഏതാണ്ട് വിള വൈവിധ്യത്തിൻ്റെ വിത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ നടീൽ വസ്തുക്കൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് നടീൽ വസ്തുക്കൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അവരുടെ കൃഷിയിടത്തിൽ ഏതെല്ലാം തരത്തിൽ ആ നടീൽ വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റും, അതായത് ക്വാളിറ്റിയുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലും കൂടി നമുക്ക് വിത്തുത്സവത്തെ മാറ്റി തീർക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ അറിവുകൾ നൽകുന്ന ഒന്നായിരുന്നു സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ സംഘടിപ്പിച്ച ഈ വിത്തുത്സവം. അതിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇന്ന് നമ്മൾ കണ്ടു അല്ലേ. പല വ്യത്യസ്തരായ കർഷകരെ കണ്ടു, അവരുടെ വിളകൾ കണ്ടു, അവരുടെ വിത്തുകൾ കണ്ടു, അവരുടെ ജൈവ വൈവിധ്യമാർന്ന പ്രദർശനം കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടു അല്ലേ. നമുക്ക് വ്യത്യസ്തമായി തോന്നി. കുറ്റിക്കുരുമുളക് കൃഷി, അതുപോലെ തന്നെ കാച്ചിലുകളുടെ കൃഷി, അതുപോലെ പഴവർഗ്ഗങ്ങളുടെ പ്രദർശനം, ഇതൊക്കെ വളരെ വ്യത്യസ്തമായ, നമുക്കെവിടെയും ഇത്രയും കാർഷിക വിളകൾ എവിടെയും ഒരുമിച്ച് കാണാൻ സാധിക്കില്ല. അതിനൊരു അവസരമാണ് MS സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ ഇത്തവണ വിത്തുത്സവത്തിൽ, എല്ലാ തവണയും വിത്തുത്സവത്തിൽ ഒരുക്കുന്നത് ഇത്തവണയും തുടർന്നു പോകുന്നു. അടുത്ത തവണ ഇതിലും ഗംഭീരമായി വിത്തുത്സവം തുടർന്നു പോകുന്നു. അപ്പോൾ ആ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞു അല്ലേ. വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ. ഏറ്റവും എടുത്തു പറയാനുള്ളത് കുട്ടികൾക്ക് ഇതൊരു വളരെ ഉപകാരപ്പെട്ട ഒരു കാഴ്ചയായിരുന്നു. അവർക്ക് വളരെ അറിവുകൾ നേടാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കുറേയധികം സ്കൂളുകളിൽ നിന്നാണ് കുട്ടികൾ ഇവിടെ എത്തിയിട്ട് സെമിനാറുകളിലും അതുപോലെ തന്നെ ഈ സ്റ്റാളുകൾ കാണാനും ഓരോ വിളകളും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന കുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും പാടവും പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച കാണാം മറ്റൊരു കൃഷിവിശേഷവുമായി.